പ്രഭ, കൊട്ടാരത്തിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് മത്തങ്ങ മോഷണം പോയി. ഇന്നലെ രാത്രിയാ സംഭവം. കള്ളനെ പിടിക്കാൻ ഭടന്മാർ പിന്നാലെ ഓടി, പക്ഷെ കിട്ടിയില്ല. അതിനിടയിൽ തോട്ടത്തിനടുത്തുള്ള പ്രതിമയും പൊട്ടി. അയ്യോ, അതെങ്ങനെ? കള്ളൻ ഇരുട്ടത്തോടുമ്പോൾ പ്രതിമയിൽ ഇടിച്ചു. അത് താഴെ വീണ് തകർന്നു. ശാസ്ത്രമനുസരിച്ച് പ്രതിമയിൽ എന്ന് പറയരുത്. മോഷണ കേസിലെ പ്രതി ഏതോ മയിലാണെന്ന് തെറ്റിദ്ധരിക്കും. താൻ മിണ്ടരുത്. വിലപിടിപ്പുള്ള പ്രതിമയായിരുന്നു. ആരവിടെ? നാം ഇതാ ഉത്തരവിടുന്നു. മത്തങ്ങ കള്ളനെ വേഗം പിടിക്കണമെന്നല്ലേ? അല്ല, നാട്ടിലെ കള്ളന്മാരെല്ലാം ടോർച്ചുമായി നടക്കണം. അല്ലെങ്കിൽ ഇനിയും കാട്ടിലെ നല്ല നല്ല പ്രതിമകൾ തകരും. വഴിയിൽ കല്ല് വിരിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 കൂട്ടരുണ്ട്. എന്തിനു 2 കൂട്ടർ? വഴിയിൽ വലയെടുത്ത ആഴമുള്ള കുഴിയുണ്ട്. അത് മൂടാൻ പ്രത്യേക കല്ല് വേണം. അത് കൊണ്ടുവരുന്നത് വേറെ ആളാ. കാര്യം നടന്നാൽ മതി. ശാസ്ത്രമനുസരിച്ച് കല്ലും മുട്ടയും തമ്മിൽ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതെന്തോ? കല്ല് വിരിക്കും, മുട്ട വിരിയിക്കും. തോന്നിനി മിണ്ടരുത്. ശരിയാ, ധാരാളം കുഴികളുണ്ട്. പണി കഴിഞ്ഞൊന്നുകൂടി കാണാൻ വരാം. എന്തായി റോഡ് പണി? അത് പകുതിയായി. ഞാൻ വന്ന് നോക്കാം. കല്ല് വിരിച്ചു, പക്ഷെ കുഴി മൂടാനുള്ള കല്ലിന്റെ ആൾ വന്നില്ല. പനി പിടിച്ചു കിടപ്പാ. രാത്രി തെരുവിലൂടെ റോന്ന് ചുറ്റുന്ന ഭടന്മാരെ കൊണ്ട് ശല്യമായെന്ന്. അതെന്തോ? കുതിരക്കുളമ്പടിയുടെ ശബ്ദം കാരണം തെരുവിനടുത്ത് താമസിക്കുന്നവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലത്രേ. ശാസ്ത്രമനുസരിച്ച് കുളത്തിലെ പടിയെ കുളം പടി എന്ന് വിളിക്കാം. താൻ മിണ്ടരുത്. രാത്രിയിലെ റോന്ത് ചുറ്റൽ വേണ്ടെന്ന് വെച്ചാലോ? അത് പറ്റില്ല, കള്ളന്മാരുടെ ശല്യം കൂടും. ഭടന്മാരുടെ എണ്ണം കുറച്ചാലോ? അതും പറ്റില്ല, റിസ്കാ. നാട്ടുകാരോട് ഉറക്കത്തിന്റെ സമയം മാറ്റാൻ പറയാം. രാത്രി അല്ലാതെ എപ്പോഴാ ഉറങ്ങുന്നത്? ചേടോ, ഇതൊരു കുഴഞ്ഞ കേസായല്ലോ. വഴിയുണ്ട്, ശബ്ദമല്ല പ്രശ്നം. റോന്ത് ചുറ്റുന്ന കുതിരകളുടെ കാലിൽ പഞ്ഞു വെച്ച് കേട്ടു, ശബ്ദമുണ്ടാവില്ല. എനിക്ക് പനിയോ? എന്തൊരു തണുപ്പ്. കട്ടി കൂടിയ പുതപ്പ് കൊണ്ടുവരൂ. ഇതുപോരാ, തണുപ്പ് മാറുന്നില്ല, വേറെ പുതപ്പ് വേണം. ശാസ്ത്രമനുസരിച്ച് തണുപ്പ് എന്ന വാക്കിൽ ഉപ്പ് ഉണ്ട്. അതുകൊണ്ട് താൻ മിണ്ടരുത്. എത്ര പുതച്ചിട്ടും തണുപ്പ് മാറുന്നില്ല. ഐഡിയ. ആരവിടെ? 4 ചാക്ക് മണൽ കൊണ്ടുവരൂ. ഇപ്പോഴാ ആശ്വാസമായത്.